എൻ്റെ മുഖത്തെ ഈ സന്തോഷം വേറൊന്നുമല്ലേ, ഇന്നും പ്ലാന്റ്സിൻ്റെ കുറച്ച് തൈ കിട്ടിയിട്ടുണ്ട്. ഈ സിങ്കോണിയം വെറൈറ്റി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല, കാരണം ഇതിനകത്ത് വെള്ള കളർ കൂടുതലാണ്. എനിക്ക് പച്ച സിങ്കോണിയ ഇഷ്ടം. പിന്നെ 10 മണി കിട്ടി, പിന്നെ നമ്മുടെ ഡെവിൾസ് ബാക്ക് ബോൺ, പിന്നെ ഈ ചെടിയുടെ പേരെന്നാന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. 20 പോട്ട്സിൻ്റെ ഒരു സെറ്റായിട്ട് മീഷോയിൽ നിന്ന് മേടിച്ചതാണ് ഇത്. അന്ന് ഇതിന് 238 രൂപ ആയിരുന്നു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച വലിപ്പമൊന്നും ഇതിനില്ലായിരുന്നു കേട്ടോ. നമ്മുടെ സാധാ 10 രൂപ ചട്ടിയില്ലേ, അതായത് കടയിൽ നിന്ന് മേടിക്കുമായിരുന്നെങ്കിൽ എനിക്ക് 200 രൂപയ്ക്ക് 20 എണ്ണം കിട്ടിയേനെ. പിന്നെ പോട്ടെ, സാരമില്ല, എപ്പോഴും എപ്പോഴും മേടിക്കണ്ടല്ലോ, ഇരിക്കട്ടെ എന്ന് ഓർത്തു. ഇതിൽ 3 എണ്ണം ഞാൻ നേരത്തെ ഉപയോഗിച്ചായിരുന്നു, ബാക്കി എടുത്തു വെച്ചു. ഇപ്പോഴും ഇതിന്റെ ഒരെണ്ണം എനിക്ക് ആവശ്യം വന്നുള്ളൂ. പേരറിയാത്ത ചെടിയില്ലേ, അതിന് വേണ്ടിയിട്ട്. നേരത്തെ ഇവിടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ട് വെച്ചിരുന്ന കുറേ പാത്രങ്ങളുണ്ടായിരുന്നു. ഇത് ഞാനിങ്ങനെ എടുത്ത് മാറ്റി വെച്ചേക്കുമായിരുന്നു. കുറേ ഞാൻ ആക്രിക്കൊക്കെ കൊടുത്തു, പക്ഷെ വേണ്ടായിരുന്നു, മണ്ടത്തരമായിപ്പോയി. ബാക്കി ഇരുന്നതിനകത്ത് ഹോൾ ഇട്ടിട്ട് അത് ചെടിച്ചട്ടിയായിട്ടാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. ഇത് ചെടി നിറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ പിന്നെ ചട്ടി അങ്ങനെ ശ്രദ്ധിക്കുകയല്ല എന്നോർത്താണ് ഞാൻ അതൊക്കെ എടുത്തത്. പിന്നെ വീടിന്റെ മുൻവശത്തെ ഭാഗത്ത് മാത്രമാണ് നല്ല ചട്ടികൾ വെച്ചേക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം നട്ടു വെച്ചില്ലായിരുന്നോ വേറൊരു സിങ്കോണിയം, അതാ ഇപ്പം കണ്ടത്. കുഴപ്പമില്ല കേട്ടോ, നന്നായിട്ട് നിൽക്കുന്നു. ഇത്രയൊക്കെ ചെയ്തു വന്നപ്പോഴത്തേക്കിനും നല്ല കാറ്റ്. ഇപ്പം മഴ വന്നാൽ എന്നെ എടുക്കും ഓർത്തിട്ട് തുണിയൊക്കെ പിറക്കിയിട്ടിട്ട് ബാക്കി ചെയ്യാന്നോർത്തു. 10 മണി എനിക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നത്, ഏതൊക്കെ കളറാണെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് നട്ടുവെച്ചു. പിന്നെ പൂ ഉണ്ടായി കഴിയുമ്പം മാറ്റി നടാമല്ലോ. എനിക്ക് മഞ്ഞയായിരുന്നു ആവശ്യം, ഇത് മഞ്ഞ ഇല്ല. പിന്നെ ഈ ഡെവിൾസ് ബാക്ക് ബോൺ കൊണ്ടുവന്ന് എന്നാന്ന് വെച്ചാൽ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നട്ട് വെച്ചാൽ പിന്നെ വളർന്നു വരുമ്പം നല്ല തിക്കായിട്ട് നിന്നോളൂല്ലോ എന്നോർത്തിട്ടാണ് കേട്ടോ. ഇത്രയൊക്കെ അങ്ങോട്ട് ചെയ്ത് കഴിയുകയും മഴ അങ്ങോട്ട് പെയ്യുകയും. പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നോക്കി കണ്ട് അതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കണ്ടേ. ഈ അസുഖം നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ്